എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആർട്ടിസ്റ്റ് സുനിൽ കുളനട. അടുത്തിടെ കുറച്ച് ആർട്ട് മെറ്റീരിയൽസ് വാങ്ങുന്നതിനായി ഞാനും എൻ്റെ ശിഷ്യനായ ബിനുവും കൂടി കുവൈറ്റിലെ ഏറ്റവും വലിയ ആർട്ട് മുജമ്മ എന്ന് അറിയപ്പെടുന്ന ദസ്മാൻ കോംപ്ലക്സിൽ പോയിരുന്നു. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാം. കുവൈറ്റ് സിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷെർക്കിലുള്ള സ്ഥലമാണ് ദസ്മാൻ. അവിടെ വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടമായിരുന്നു ദസ്മാൻ കോംപ്ലക്സ്. അതിപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. കുവൈറ്റിലെ സ്വദേശികളും വിദേശികളും പ്രമുഖരും അല്ലാത്തവരുമായ ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് ആവശ്യമുള്ള ആർട്ട് മെറ്റീരിയൽസും വാങ്ങുന്നതിന് ഒരേ ഒരിടം ഇവിടമാണെന്ന് പറയാം. മറ്റെല്ലാ സ്ഥലങ്ങളിലും ബുക്ക് ഷോപ്പുകളിൽ ലഭിക്കുമെങ്കിലും ഒരു ബിൽഡിങ്ങിൽ 30ഓളം ആർട്ട് ഷോപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്ഥലം കുവൈറ്റിൽ ദസ്മാൻ കോംപ്ലക്സ് മാത്രമാണുള്ളത്. എന്നോട് ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കുവൈറ്റിൽ ആർട്ട് മെറ്റീരിയൽ എവിടെ കിട്ടും എന്ന്. അങ്ങനെയാണ് ഒരു വീഡിയോ ആക്കിയിടാൻ എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്ന് കരുതിയത്. മെയിൻ ഡോർ തുറന്ന് കടന്നു ചെല്ലുമ്പോൾ തന്നെ അൽബദർ എന്നൊരു ഷോപ്പ് കാണാം. അവിടെയുള്ള ബഷീറൊക്കെ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമുണ്ട്. അദ്ദേഹം ഞങ്ങളെ കണ്ട മാത്രയിൽ സ്വാഗതം ചെയ്തു. ലോകോത്തര നിലവാരത്തിലുള്ള പലതരത്തിലുള്ള ആർട്ട് എക്യുപ്മെൻറ്റ്സും മെറ്റീരിയൽസിൻ്റെ ഒരു വൻ ശേഖരമാണ് ഇവിടെയുള്ള ഷോപ്പിലുള്ളത്. വിവിധ തരത്തിലുള്ള സ്റ്റാൻഡുകൾ, ഇൻ്റർനാഷണൽ ക്യാൻവാസുകൾ, പെയിൻറ്റുകൾ ഇവയെല്ലാം ഇവിടെയുള്ള ഷോപ്പുകളിൽ ലഭിക്കും. ആർട്ട് മെറ്റീരിയലുകൾക്ക് പുറമെ സ്കൂൾ പ്രോജക്റ്റ് വർക്കുകൾ, പോർട്രേറ്റ്, പെയിൻറ്റിങ്സ് എല്ലാം വാങ്ങുവാനും നമ്മുടെ ഓർഡർ അനുസരിച്ച് തന്നെ അത് എല്ലാം ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇവിടെ ഒരു കലാകാരൻ ഇരുന്ന് ചിത്രം വരയ്ക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം ആരുടെയോ ഒരു ഛായാചിത്രം, പോർട്രേറ്റ് വരയ്ക്കുന്ന തിരക്കിലാണ്. ചിത്രങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പോർട്രേറ്റ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ധാരാളം ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഓരോന്നും പലതരത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവയുമാണ്. ഒരു ഷോപ്പിൽ ഉള്ള സാധനങ്ങളായിരിക്കില്ല മറ്റൊരു ഷോപ്പിൽ നമുക്ക് ലഭ്യമാകുന്നത്. സ്വദേശികളായ ആൾക്കാരാണ് ഇവിടെ കൂടുതലും എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാണ്. ചിലയിടത്ത് വുഡ് കൊണ്ട് കട്ട് ചെയ്ത നിർമ്മിക്കുന്ന സാധനങ്ങൾ ആണെങ്കിൽ മറ്റൊരിടത്ത് തെർമോക്കോൾ ഫോമിൽ നിർമ്മിച്ചു കൊടുക്കുന്ന സ്ഥലമായിരിക്കും. ഇങ്ങനെ പലതും വ്യത്യസ്തമായ ഷോപ്പുകൾ നിങ്ങൾക്കിവിടെ കാണാം. ക്യാൻവാസിലും ബോർഡിലുമൊക്കെ ചിത്രം വരയ്ക്കണമെങ്കിൽ സൗകര്യപ്രദമായി വെച്ച് വരയ്ക്കാൻ പറ്റിയ സ്റ്റാൻഡുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട്. വിദേശ നിർമ്മിതവും സ്വദേശീയ നിർമ്മിതവുമായ പലതരത്തിലുള്ള സ്റ്റാൻഡുകളാണിവ. നമ്മുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ഇത്തരം സ്റ്റാൻഡിൽ വെച്ച് ചിത്രം വരയ്ക്കുന്നതിന് പോലും പ്രത്യേക പരിശീലനം ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ കൈ ബാലൻസ് കിട്ടുകയില്ല. വിവിധ തരത്തിലുള്ള നൈലോൺ നാരുകൾ കൊണ്ട് നിർമ്മിച്ച ബ്രഷുകളാണിവ. പണ്ട് കാലങ്ങളിൽ മരകണ്ണാൻ, ചകിരിനാര്, കുതിരവാൽ തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കിയിരുന്ന ബ്രഷുകൾ ഇപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള നൈലോൺ ബ്രഷുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കുതിരവാലിൽ നിർമ്മിച്ച വിദേശ ബ്രഷുകൾക്ക് വളരെ വില കൂടുതലുമാണ്. ബ്രഷുകൾ രണ്ട് തരത്തിലുണ്ട്. ഫ്ലാറ്റ് ബ്രഷുകളും റൗണ്ട് ബ്രഷുകളും. വളരെ കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നതിന് ഫ്ലാറ്റ് ബ്രഷുകളും ഡീറ്റെയിൽഡ് വർക്കുകൾ റൗണ്ട് ബ്രഷുകളുമാണ് ഉപയോഗിക്കുന്നത്. ലെറ്റർ റൈറ്റിങ്ങിനും റൗണ്ട് ബ്രഷുകളാണ് കൂടുതലായും ഉപയോഗിച്ച് വരുന്നത്. ബ്രഷുകളുടെ ബ്രിസ്റ്റലിൻ്റെ കനം അനുസരിച്ച് അവയ്ക്ക് ഓരോന്നിനും ഓരോ നമ്പറുകളും ഉണ്ട്. ഛായാചിത്രങ്ങൾ പോലെ ഡീറ്റെയിൽസ് കൂടുതലുള്ള വർക്കുകൾക്ക് ഇത്തരത്തിലുള്ള 0 പോയിൻ്റ് ബ്രഷുകളാണ് വേണ്ടത്. വളരെ നേർത്ത നാരുകളുള്ള ഇവ 00, 000, 0000 എന്നീ പോയിൻ്റുകളിൽ ലഭ്യമാണ്. കാണുന്നത് പലതരത്തിലുള്ള കളർ ടിൻഡറുകൾ ആണ്. എന്തെങ്കിലും മീഡിയത്തിൽ ഈ കളർ ചേർത്താൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ സ്വയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാണുന്നതാണ് അക്രിലിക് പെയിൻറ്റ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പെയിൻ്റാണിത്. മീഡിയം വാട്ടർ ആണെങ്കിലും ലാറ്റക്സിൽ കളർ പിഗ്മെൻറ്റും ചേർത്താണ് ഇതിൻ്റെ നിർമ്മാണ രീതി. കാണുന്നത് വിവിധ കളറിലുള്ള സാധാരണ ഡ്രോയിങ് പേപ്പറുകളാണ്. ഈ പേപ്പർ നമുക്ക് ഫോൾഡ് ചെയ്യുവാൻ കഴിയും.
ഇത്തരത്തിൽ വില കൂടിയ ക്യാൻസൺ ഷീറ്റുകളുമുണ്ട്. അവ ഫോൾഡ് ചെയ്യാൻ കഴിയില്ല. ഇത് വിവിധ വലുപ്പത്തിലുള്ള ക്യാൻവാസ് ഫ്രെയിമുകളാണ്. ക്യാൻവാസ് ഷീറ്റ് ഒരു ഫ്രെയിമിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം ക്യാൻവാസ് ഷീറ്റ് ബോർഡിൽ പതിപ്പിച്ചതും നമുക്ക് ലഭ്യമാണ്. ഇത് ഡ്രോയിങ് ബുക്കുകളാണ്. ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങുമൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. കൂടാതെ വിവിധ വലിപ്പത്തിലുള്ള സ്കെച്ച് പെന്നുകൾ ഇവിടെ ലഭ്യമാണ്. കൂടുതലും ലെറ്റർ റൈറ്റിങ്ങിനും ചിത്രങ്ങൾ ലേഔട്ട് ചെയ്യുന്നതിനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ഇതാണ് ലിൻസീഡ് ഓയിൽ. ഓയിൽ പെയിൻറ്റിൻ്റെ മീഡിയമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ലിൻസ് എന്ന പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടിയുടെ സീഡിൽ നിന്നും എടുക്കുന്ന എണ്ണയും ഒലിവ് ഓയിലും ചേർത്താണ് ഇതിൻ്റെ നിർമ്മാണം. ഈ ചെറിയ കുപ്പികളിൽ കാണുന്നത് ടർപ്പൻറ്റിൻ ആണ്. ലിൻസീഡ് ഓയിലും ടർപ്പൻറ്റിനും ഒരു പ്രത്യേക അനുപാതത്തിൽ പെയിൻറ്റിൽ ചേർത്താണ് ഓയിൽ പെയിൻറ്റ് ചെയ്യുന്നത്. കൂടാതെ പലതരത്തിലുള്ള വാർണിഷുകളും വാട്ടർ കളർ പ്രൊട്ടക്ടറും ഇവിടെ ലഭ്യമാണ്. ഇവിടെ കാണുന്നത് വിവിധ കളറിലുള്ള ഓയിൽ പെയിൻറ്റുകളാണ്. ഇത് നമുക്ക് 12 ml മുതൽ 200 ml വരെ ലഭ്യമാണ്. ഓയിൽ പെയിൻറ്റ് എന്നത് ഒരു പെട്രോളിയം ഉൽപ്പന്നമല്ല എന്ന് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണ സോപ്പ് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പെയിൻറ്റ് ഉപയോഗിച്ച ബ്രഷുകൾ ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളത് കളർ പെൻസിലുകളാണ്. വിവിധതരം കളർ പെൻസിലുകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന പാലറ്റുകളാണിവ. പല വലുപ്പത്തിലും ഇത് ലഭ്യമാണ്. ഒറ്റ നോട്ടത്തിൽ ഫ്ലൂട്ട്, ഓടക്കുഴൽ എന്ന് തോന്നിക്കുന്ന ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് പുരാതന കാലം മുതൽ അക്ഷരങ്ങൾ മഷിയിൽ മുക്കി എഴുതുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു റൈറ്റിംഗ് ബ്രഷ് ആണ്. സാധാരണയായി അറബിക് ലെറ്ററുകൾ അതിൻ്റെ മനോഹാരിത ചോർന്നു പോകാതെ കൃത്യമായി എഴുതുവാൻ കഴിയുന്നു എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സ്കെച്ച് പെൻ ഉപയോഗിച്ച് എഴുതുന്നതിനേക്കാളും ഏത് അക്ഷരവും മനോഹരവുമായി നമുക്ക് ഇത് ഉപയോഗിച്ച് എഴുതാൻ കഴിയും. ലെറ്ററുകളുടെ വലിപ്പത്തിനനുസരിച്ച് വീതി കൂട്ടിയും കുറച്ചുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ കളറുകളിലുള്ള സ്പ്രേ പെയിൻറ്റുകളാണ് ഇത്. ഈ കാണുന്നത് ക്ലേ മോഡലുകളുടെ നിർമ്മാണത്തിനുള്ള വിവിധ തരം ടൂൾ കിറ്റുകളാണ്. തടി കൊണ്ട് പിടിയുള്ള ഈ ചെറു കരണ്ടികളാണ് പാലറ്റ് നൈഫ് എന്ന് അറിയപ്പെടുന്നത്. ക്ലേ മോഡൽ വർക്ക് ചെയ്യുന്നതിനും അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്നതിനും ഇവ ഉപയോഗിക്കുന്നു. ഇത് പല കളറുകളിലുള്ള അക്രലിക് പെയിൻറ്റുകളാണ്. കുറേ കൂടി വലിയ ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ളവർക്ക് ഇത് ഇവിടെ ലഭ്യമാണ്. ഇതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഞാൻ വാട്ടർ കളറിൽ ചെയ്തതാണ്. സാധാരണ ഷോപ്പിൽ കിട്ടുന്ന 1 ദിനാറിന് കിട്ടുന്ന വാട്ടർ കളറിൽ ചെയ്ത വർക്കാണിത്. ഇതിപ്പോൾ കാണിക്കാൻ കാരണം ഈ ഷെൽഫിൽ ഇരിക്കുന്ന വാട്ടർ കളറിൻ്റെ വില നിങ്ങൾ കണ്ടോ? 10 ദിനാറിൽ തുടങ്ങി 50 ദിനാർ വരെയുള്ള വാട്ടർ കളറുകൾ ഉണ്ട്. ഞങ്ങളെപ്പോലെ സാധാരണക്കാരായ ആർട്ടിസ്റ്റുകൾ ഇവയൊക്കെ എടുത്ത് ഒന്ന് മണത്ത് നോക്കിയിട്ട് തിരിച്ച് ഷെൽഫിൽ തന്നെ വയ്ക്കും. കാരണം അത്ര വില കൊടുത്ത് വാങ്ങി വരച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. പെയിൻറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വരയ്ക്കുന്ന ചിത്രത്തിനും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, 1 ദിനാറിൻ്റെ സാധാ പെയിൻറ്റിൽ വരച്ച എൻ്റെ ഈ ചിത്രത്തിന് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ 49 ദിനാർ വിലയുള്ള ആ പെയിൻറ്റിൽ എത്ര നന്നായി എനിക്ക് വരയ്ക്കാൻ കഴിയുമായിരുന്നു എന്ന്. കുവൈറ്റുകൾ ഇതൊക്കെ വാങ്ങി കൂട്ടാറുണ്ട്, കുരങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല എന്നതുപോലെ. തെർമോക്കോളിൽ പലതരം വസ്തുക്കൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ഷോപ്പാണിത്. ഇത്തരം ഷോപ്പുകളുടെ തന്നെ ഒരു നീണ്ട നിര നമുക്കിവിടെ കാണാം. ഒരു വലിയ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലും ഗ്രൗണ്ട് ഫ്ലോറിലുമായിട്ടാണ് ഈ ആർട്ട് ഷോപ്പുകൾ ഉള്ളത്. ധാരാളം പേർ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ആർട്ട് മെറ്റീരിയൽ എവിടെ കിട്ടും എന്ന്. ഇനി ആരോടും പറഞ്ഞു കൊടുക്കാൻ നിൽക്കേണ്ട കാര്യം ഇല്ല. ധൈര്യമായിട്ട് ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ.
ഇതുപോലെ കലയുമായി ബന്ധപ്പെട്ട് പ്രയോജനവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.